എൻ്റെ മാതൃഭാഷ തുളു. പഠിച്ചത് മുഴുവൻ കന്നഡത്തിലാണ്. കഴിഞ്ഞ 35 വർഷമായിട്ട് വ്യവഹാരം നടക്കുന്നത് ഇംഗ്ലീഷിൽ. പക്ഷേ മലയാളത്തിൻ്റെ അഭിമാനം ഉണ്ടതുകൊണ്ട് ഈ വേദിയിൽ ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ ശരിയാവത്തില്ല എന്ന് അറിയുന്നതുകൊണ്ട് മലയാളത്തിൽ 2 വാക്ക്. VTVക്ക് എനിക്കും കഴിഞ്ഞ ഒരു 25 വർഷമായ ബന്ധം. അബുദാബിയിൽ വെച്ചിട്ട് VTV എന്ന് പറയുമ്പോൾ ഒരു സംസാരിക്കാം സാഹിത്യ മേഖലയിൽ എപ്പോഴും കാണുന്ന ഒരു മുഖമാണ്. പയ്യന്നൂർ സഹൃദയവേദിയുടെ ഒരു ചടങ്ങിലേക്ക് ഞാൻ ഒരു ഗസ്റ്റായിട്ട് പോയി. അന്ന് മുതൽ ഇന്ന് വരെ പയ്യന്നൂർ സഹൃദയവേദിയുടെ മുഴുവൻ ഫങ്ഷനിൽ ഞാനുണ്ടാവും. പയ്യന്നൂരിനും എനിക്കുള്ള ബന്ധം കുറേ വർഷമായി. ഞങ്ങൾ കുട്ടിക്കാലത്തിൽ തന്നെ പയ്യന്നൂരിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 2 നാരായണ പുതുവാൾമാർ. എൻ്റെ തറവാട് കാസർഗോഡ് ഡിസ്ട്രിക്റ്റ്, ഇപ്പോൾ പണ്ട് കണ്ണൂർ ഡിസ്ട്രിക്റ്റായിരുന്നു. പെരളയുള്ള എൺമക്കജ എന്ന് പറയുന്ന ഒരു തറവാട്. ഇപ്പോൾ ആദരണീയനായ മാധവേട്ടൻ. അപ്പോൾ ഞങ്ങൾക്ക് ഈ പയ്യന്നൂരിലേക്ക് ഞങ്ങൾക്കുള്ള ബന്ധം കുറേ വർഷങ്ങളായിട്ട്, ഒരു 50-60 വർഷങ്ങളായിട്ട് ഉള്ള ബന്ധമാണ്. VTVക്ക് ഇവിടെ ഈ മൈതാനിൽ, ഗാന്ധി മൈതാനിൽ വെച്ചിട്ട് ഒരു സ്വീകരണം ഉണ്ടെന്ന് ഡോക്ടർ വിളിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് മെയ് 11-ാം തീയതി ഞങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്കൾക്ക് വരാൻ പറ്റുമോ? താങ്കൾക്ക് വരാൻ പ്രയാസമുണ്ടായാലും ഞാനും ഡേറ്റ് മാറ്റാമെന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, 11-ാം തീയതി ഞാൻ ഇവിടെ എത്താമെന്ന് പറഞ്ഞു. ഈ ഒരു ചടങ്ങ് സൃഷ്ടിച്ചതിന് ഞാൻ ഡോക്ടറിനെ ആദ്യമായിട്ട് എൻ്റെ നന്ദി നമസ്കാരം പറയാം. VTV ഒരു ഗാന്ധിജിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് അബുദാബിയിൽ അതിനെ സ്ഥാപിക്കണമെന്ന് പറയുമ്പോൾ ഗാന്ധിജിയെ പ്രതിമ ഉണ്ടാക്കുന്നത് ഒരു കാര്യം. അത് ഞങ്ങളെ കുഞ്ഞിമംഗലം ചിത്രൻ ഇവിടെ ഉണ്ടായിരുന്നു, കാണുന്നില്ല ഇപ്പോൾ, ഉണ്ട്. അപ്പോൾ അത് ചെയ്യുന്നത് ഒരു പ്രയാസം. പക്ഷേ അതിനേക്കാൾ വലിയ പ്രയാസം ഇവിടെ നിന്ന് എല്ലാം ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്തിട്ട് അബുദാബിയിലേക്ക് എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ സ്ഥാപിക്കുന്നത്. ഞങ്ങളുടെ ഗൾഫ് മേഖലയിൽ ഇത് ആദ്യമായിട്ട് ചെയ്ത ഒരു കാര്യമാണ്. ഒരു പ്രതിമ സ്ഥാപിക്കുന്നത് ഗൾഫ് മേഖലയിൽ അങ്ങനെയുള്ള ഒരു വാസ്തവികത ഇല്ല അവിടെ. അപ്പം ആദ്യം ആ ഒരു പെർമിഷന് വേണ്ടിയിട്ട് ആ പെർമിഷൻ എങ്ങനെ കിട്ടാൻ പോകും? അത് കിട്ടിക്കഴിഞ്ഞ പിന്നെ ഇവിടുന്ന് അവിടുത്തെ വരെ ഈ പ്രതിമ ഇത് ഒരു 100, 150, 200 കിലോ ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷേ ഇന്ത്യൻ എംബസിയും എയർ ഇന്ത്യയും കസ്റ്റംസിൻ്റെ ആൾക്കാരും ഇവിടെയും അവിടെയും ഇവരെല്ലാവരും സഹായിച്ചു. ആ ഒരു കാര്യം അവിടെ നടന്നു. ഇന്ത്യ സോഷ്യൽ സെൻറ്റർ എന്ന് പറയുമ്പോൾ സാർ അതിനെ കുറിച്ച് സംസാരിച്ചു. ഇന്ത്യ സോഷ്യൽ കുറിച്ച് ഇന്ത്യ സോഷ്യൽ സെൻറ്റർ, അബുദാബിയിലുള്ള ഇന്ത്യ സോഷ്യൽ സെൻറ്റർ ലോകം മുഴുവനുള്ള ഇന്ത്യൻ അസോസിയേഷനിൽ ഏറ്റവും വലിയ അസോസിയേഷനാണ്. 1,00,000 സ്ക്വയർ ഫീറ്റ് സ്ഥലമുള്ള ഒരു സോഷ്യൽ സെൻറ്റർ, 2,500 മെമ്പേഴ്സ് ഉണ്ട്. ഞാനതിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു 2009. പക്ഷേ ഏതൊരു വലിയ ഫങ്ഷന് ഒരു പ്രോഗ്രാം ഉണ്ടാവട്ടെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്റ്റർമാരോ അല്ല സ്റ്റേറ്റ് മിനിസ്റ്റർമാരോ വരുമ്പോൾ എല്ലാ സമയത്ത് അവിടെ ആ ഫങ്ഷൻ ഉണ്ടാവുന്നു. ഈ തവണ ഗാന്ധി ജയന്തിയുടെ ആ ഒരു സന്ദർഭത്തിൽ സുഷമ സ്വരാജ്യം വന്നിട്ടുണ്ടായിരുന്നു. അവർ ഗാന്ധിജിൻ്റെ പ്രതിമയ്ക്ക് പുഷ്പഗുച്ഛം സമർപ്പിച്ചിട്ട് പോയി. VTVയുടെ ഈ ഒരു മഹത് കാര്യം അത് VTV ഉള്ളവരെ മാത്രമല്ല, വരുന്ന കുറേ തലമുറയ്ക്കും ആ ഒരു ഗാന്ധിജിയുടെ പ്രതിമ അവിടെ ഉള്ളത്. അത് പയ്യന്നൂരിൽ നിന്ന് പോയ പ്രതിമ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയാം. ആ പ്രതിമയുടെ മറ്റൊരു വിശിഷ്ടത എന്ന് പറഞ്ഞാൽ ഒരു മുഴുവൻ ലൈഫ് ഉണ്ടെന്ന് പറയാം ആ ഒരു സ്റ്റാച്യൂവിൽ.
മനോഹരമായ ആ ഭംഗി, ഗാന്ധിജിയുടെ ഒരു ആ മുഖത്തിൻ്റെ ഒരു ആ ഫേഷ്യൽ എക്സ്പ്രഷൻ അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. വരുന്ന മുഴുവൻ ആൾക്കാർ, ഞങ്ങൾ ഇന്ത്യക്കാർ മാത്രമല്ല, ഇന്ത്യ സോഷ്യൽ സെൻറ്റർ എന്ന് പറയുമ്പോൾ മറ്റേ നാഷണാലിറ്റീസ്, മറ്റേ എംബസിൻ്റെ ആൾക്കാരും എല്ലാവരും വരുന്നുണ്ട് അവിടെ. അവരെല്ലാവരും അത് കാണുമ്പം ആ സ്റ്റാച്ചുവിനെ കുറിച്ച് പറയും. ഈ കാര്യം നടന്നു കഴിഞ്ഞ പിന്നെ VTV എന്നോട് പറഞ്ഞ് ഞങ്ങൾക്കൊരു ചരക്ക വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ചരക്ക ഇനിയിപ്പം ഇന്ത്യ സോഷ്യൽ സെൻറ്ററിൽ ഗാന്ധിജിയുടെ സ്റ്റാച്ചു വെച്ചിട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ ചരക്ക വെക്കാൻ സ്ഥലം എവിടെ ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ച് പറഞ്ഞ് ചരക്ക വെക്കാൻ നല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എംബസിയാണ്. ഇന്ത്യൻ എംബസി എന്ന് പറയുമ്പോൾ അവിടെ ഇന്ത്യൻസ് മാത്രമല്ല, മറ്റുള്ള മുഴുവൻ രാജ്യത്തിൻ്റെ അംബാസഡർമാരും വിശിഷ്ടാതിഥികൾ എല്ലാവരും അവിടെ വിസിറ്റ് ചെയ്യുന്ന സ്ഥലം. അവിടെ ആ ഗാന്ധിജിയുടെ ചരക്കം അവിടെ ഉണ്ടാക്കി. ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് അത് ചെയ്യുന്നത് അത് മാത്രമല്ല, അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യണം എന്ന് പറയുന്ന ആ മനസ്സാണ്. ഞങ്ങൾ ആദരണീയ എഴുത്തുകാർ ഞങ്ങൾ ഇവർ പറഞ്ഞിരുന്നു. അപ്പം മനുഷ്യന് ഒന്നും ചെയ്യാൻ പ്രയാസം എന്ന് പറയുന്നത് അതിൻ്റെ ഒന്നും പ്രയാസമില്ല, ആ ചെയ്യുന്ന മനസ്സുണ്ടാവണം. അതേ ഇതിൽ ഞങ്ങൾ കാണുന്നത് ഈ രണ്ട് കാര്യത്തിൽ. VTVയുടെ മറ്റൊരു വലിയ ഗാന്ധിജിയുടെ ഒരു ഗാന്ധി ജയന്തിയുടെ ഗാന്ധി ജയന്തി ഒക്ടോബർ 2 കുറേ വർഷങ്ങളായിട്ട് അബുദാബിയിൽ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഗാന്ധി സാഹിത്യവേദിയുടെ സാരഥ്യ. അതിനും ഇന്ത്യൻ എംബസിൻ്റെ ഹാൾ എപ്പോഴും അംബാസഡർ എപ്പോഴും തയ്യാറാക്കിയിട്ട് തരും. അപ്പം VTVയുടെ ഇത്ര ഒരു ചെറിയ ഒരു പയ്യന്നൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഈ സ്ഥലത്തിൽ നിന്ന് പോയിട്ട് അബുദാബി മാത്രമല്ല ഗൾഫ് മുഴുവൻ VTV എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ അഭിമാനത്തിൻ്റെ ഒരു കാര്യമാണ്. എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല. ഇംഗ്ലീഷിൽ ഞാൻ കുറേ ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ മലയാളത്തിൽ പറയാൻ കുറച്ച് പ്രയാസമുണ്ട്. ഏതാണെങ്കിലും ഞങ്ങൾക്ക് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം തന്നതിന് ഡോക്ടർ രവീന്ദ്രൻ സാറിന് നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം, നന്ദി. വ്യത്യസ്ത മേഖലകളിൽ വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സാധാരണ മനുഷ്യൻ എന്ന് നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ആ പ്രവർത്തന മേഖലകളെക്കുറിച്ചൊക്കെ എല്ലാവരും ഇവിടെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. നിരവധി പ്രവർത്തനങ്ങൾ, ആ കൂട്ടത്തിൽ തന്നെ നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത, അസാധ്യം എന്ന് കരുതേണ്ട പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ VTV നടത്തി എന്ന കാര്യം നമുക്കെല്ലാവർക്കും നേരിട്ട് ബോധ്യമുള്ളതാണ്. VTVയെക്കുറിച്ച് ഏതെങ്കിലും ഒരു കാര്യം അതിശയോക്തിപരമായി ഇവിടെ ഏതായാലും ഒരു ആദര സമ്മേളനമല്ലേ എന്ന് കരുതി പറയേണ്ടതില്ല. എനിക്ക് അദ്ദേഹത്തെ വർഷങ്ങളുടെ പരിചയവും ബന്ധവുമുണ്ട്. സഹോദര തുല്യമായൊരു അടുത്ത ബന്ധമുണ്ട്. നഗരസഭാ ചെയർമാൻ എന്നതിനും അപ്പുറത്ത് അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അടുത്ത് ബന്ധമുള്ള ഒരാളാണ് ഞാൻ. നഗരസഭയുടെ ചെയർമാൻ എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു സാക്ഷ്യപത്രം പൊതുസമൂഹത്തിന് മുന്നിൽ ആധികാരികതയോടെ സമർപ്പിക്കാൻ സാധിക്കുന്ന ഒരാളാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു 6-7 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രകളിൽ മുടങ്ങാതെയുള്ളൊരു സന്ദർശനം പയ്യന്നൂർ നഗരസഭ ഓഫീസിലേക്കായിരിക്കും. അത് ഇപ്പോഴുള്ളതല്ല, നേരത്തെ തന്നെ
നമുക്കെല്ലാവർക്കും ബഹുമാനായ GD മാഷ് ചെയർമാനായിട്ടുള്ള കാലം തൊട്ടുള്ള എൻ്റെ മുന്നിലുള്ളൊരു 10-14 വർഷക്കാലത്തൊരനുഭവമാണ്. ആ യാത്ര ഒരു വെറുതെയുള്ളൊരു സന്ദർശനമല്ല. മിക്കവാറും അവസരങ്ങളിൽ കയ്യിൽ 1-2 DD ഉണ്ടാവും, ചെക്കോ DD ഉണ്ട്. നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ട ക്യാൻസർ രോഗിയുടെ കുടുംബത്തിനുള്ള സഹായം, അല്ലെങ്കിൽ ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട ആളുടെ കുടുംബത്തിനുള്ള സഹായം, കാല് നഷ്ടപ്പെട്ടിട്ടോ അതുപോലെ ദുരിതം അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യനുള്ള സഹായം, അതുകൊണ്ടായിരിക്കും ആ വരവ്. എത്രയോ തവണ അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങനെ പല കുടുംബങ്ങളിലും പോകാൻ അവസരമുണ്ടായിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കാര്യം ഇവിടെ പറയുന്നത്. ഒരു പക്ഷെ ഒരു ചെറിയ കാര്യമെന്ന് നമുക്ക് തോന്നിയേക്കാം, പക്ഷെ ഇങ്ങനെയുള്ള കുറേ ചെറിയ കാര്യങ്ങൾ കൂട്ടി ചേർത്ത് വെച്ചിട്ടാണ് അദ്ദേഹത്തെ ഒരു വലിയ മനുഷ്യനായി നാം കണക്കാക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം അത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സംഘടന സൗഹൃദവേദിയിൽ നിന്നുള്ള സഹായമായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭ്യുദയകാംക്ഷികൾ അവർ വഴി സ്വരൂപിച്ച സഹായമായിരിക്കും. പക്ഷെ അങ്ങനെ അല്ലാത്ത ഘട്ടങ്ങളിൽ സ്വന്തം കയ്യിൽ നിന്നെടുത്തിട്ടായിരിക്കും ആ പണം കൊണ്ടുവന്നിട്ടുണ്ടാവും. അതിന് എത്രയോ അനുഭവങ്ങളുണ്ട്. എല്ലായ്പ്പോഴും ഈ പറയുന്ന രീതിയിൽ സഹായധനം സ്വരൂപിക്കാനൊന്നും കഴിയില്ല. പക്ഷെ അങ്ങനെ കിട്ടാത്ത അവസരങ്ങൾ വരുമ്പോൾ ആളുകളെ നിരാശപ്പെടുത്തരുത്, സഹായം അഭ്യർത്ഥിച്ച ആളുകളെ നിരാശപ്പെടുത്തരുത് എന്ന് കണക്കാക്കി സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിയിട്ട് കൊണ്ടുവരും. എത്രയോ വർഷങ്ങളിലൊരു അനുഭവം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹവുമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് കിട്ടും. ഇതെൻ്റെ മാത്രം അനുഭവമായിരിക്കില്ല, ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇത്തരം കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഞാൻ സമയക്കുറവുകൊണ്ട് അതിൻ്റെ ഒന്നും വിശദാംശങ്ങൾ കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടത്, പയ്യന്നൂരിൽ നിന്നൊരു ഗാന്ധി പ്രതിമ അബുദാബി സോഷ്യൽ സെൻ്ററിൽ കൊണ്ടുപോയി സ്ഥാപിക്കുക എന്നത് അക്ഷരാർത്ഥത്തിലൊരു ഭഗീരഥ പ്രയത്നമാണ്, അസാധ്യമായൊരു കാര്യമാണ്. ഞാനും ഇതേ ഗാന്ധി പാർക്കിലെ ചടങ്ങിൽ നിങ്ങളെല്ലാവരോടും ഒന്നിച്ച് ആ ഗാന്ധി പ്രതിമ ഇവിടുന്ന് യാത്രയാക്കിയ ചടങ്ങിൽ പങ്കെടുത്ത ഒരാളാണ്. പക്ഷെ അന്നൊന്നും നമുക്കിതിൻ്റെ ഒരു ഗൗരവം പിടികിട്ടിയിരുന്നില്ല. പക്ഷെ പിന്നീട് അബുദാബിയിൽ പോയി ഇന്ത്യൻ സോഷ്യൽ സെൻ്ററിൽ പോയി പയ്യന്നൂർ നഗരസഭയുടെ ചെയർമാൻ എന്ന നിലയിൽ ആ പ്രതിമയിൽ, മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്താനുള്ളൊരു അവസരമുണ്ടായപ്പോഴാണ് ഇതിൻ്റെ മഹത്വം എനിക്ക് ബോധ്യപ്പെട്ടു. ഇപ്പോൾ ഈ ഗാന്ധി പാർക്കിൽ ഇപ്പോൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരിൽ അങ്ങനെ അവസരമുണ്ടായ ഒരാളാണ് ഞാൻ. ആ അവസരത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതൊരു അസാധ്യമായ കാര്യമാണ്. അത് നമ്മളെല്ലാവരും അടിവരയിട്ട് പറയാം. ഒന്ന്, ആ രാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടി പ്രയാസമാണ്. പക്ഷെ അവരുടെ ഒരു വിശാല മനസ്കത, അവർ VTVയുടെ എല്ലാ രീതിയിലുള്ള ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള ഒരു കഠിന പരിശ്രമത്തിന് മുന്നിൽ ആ അനുവാദം ആ വിശാല മനസ്കതയുടെ ഭാഗമായി ലഭിച്ചു. ഒന്ന്, അതിവിടെ നേരത്തെ ബഹുമാന്യായ മുഖ്യാതിഥിയും പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, അവിടെ പോയപ്പോൾ മനസ്സിലാക്കിയത്, അവിടെ എത്തിയ ശേഷവും ഇന്ത്യൻ സോഷ്യൽ സെൻ്ററിൻ്റെ മുൻവശത്ത് അത് സ്ഥാപിക്കുന്നതിന് നിരവധി കടമ്പകൾ, ഇവിടുന്ന് കൊണ്ടുപോയതിനേക്കാൾ പ്രയാസമുള്ള കാര്യമാണ്. അതൊരു പക്ഷേ VTV ഇവിടെ തുറന്ന് സമ്മതിക്കുമായിരിക്കില്ല. ഞാൻ അവിടുന്ന് മനസ്സിലാക്കി, അത് ഇന്ത്യൻ സോഷ്യൽ സെൻ്ററിൻ്റെ ഒരു കണ്ണായ സ്ഥലത്ത് വെക്കുന്നതിന് ഇവിടെ നിന്ന് പ്രതിമ കൊണ്ടുപോയതിനേക്കാൾ കടമ്പകൾ കടക്കേണ്ടി വന്നു. പക്ഷേ ഒരു നിശ്ചയദാർഢ്യത്തോടെ ഒരൊറ്റയാൾ പോരാട്ടമാണ്, ഒരർത്ഥത്തിലൊരൊറ്റയാൾ പോരാട്ടമായിരുന്നു. ഒരു ലക്ഷ്യം കണ്ടേ അടങ്ങൂ എന്ന് തീരുമാനിച്ച്
നടത്തിയ ഒരർത്ഥത്തിൽ ഞാൻ അങ്ങനെ ഒറ്റയാൾ പോരാട്ടമെന്ന് ചുരുക്കി വിശേഷിപ്പിക്കുന്നില്ല, ഒരു കഠിന പരിശ്രമം, ഒരു തപസ്യ. അങ്ങനെയാണ് ആ പ്രതിമ അവിടെ സ്ഥാപിക്കാൻ സാധിച്ചത്. അബുദാബിയിൽ VTV ഒരു എല്ലാവർക്കും അറിയുന്ന ഏറ്റവും സുപരിചിതമായ ഒരു നാമമാണ്. പയ്യന്നൂർ സൗഹൃദവേദിയുടെ ഭാരവാഹി എന്ന നിലയിൽ മാത്രമല്ല, അവിടെ പോയിട്ടുള്ള എല്ലാവർക്കും അതിൻ്റെ ഒക്കെ അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സ്വീകരിക്കാനും നമ്മൾ പയ്യന്നൂരിൽ കാണുന്ന VTV ദാമോദരൻ അപ്പുറത്താണ്, ലോകമറിയുന്ന VTV ദാമോദരൻ എന്ന് ബോധ്യപ്പെടാനും അവിടെ പോയ ആളുകൾക്കൊക്കെ സാധിക്കും. അബുദാബി സോഷ്യൽ സെൻറ്റർ എന്ന് പറയുന്ന നേരത്തെ ഇവിടെ മുഖ്യാതിഥി പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിന് പുറത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ പേരിലുള്ള ഈ ലോകത്ത് തന്നെയുള്ള ഏറ്റവും ഒന്നാം നമ്പർ സ്ഥാപനമാണ്. അവിടെയാണ് നമ്മുടെ ഒരു നാട്ടുകാരൻ, ഒരു സാധാരണ മനുഷ്യർ, എന്നുകാരൻ ഇവിടുന്ന് ഒരു മഹാത്മാഗാന്ധിയുടെ പ്രതിമ കൊണ്ടുപോയി ആർക്കും സാധിക്കാത്തൊരു കാര്യം സാധിച്ചത് എന്നത് എല്ലാ കാലത്തേക്കും VTV ദാമോദരൻ്റെ പേര് ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇത് ഞാൻ ചൂണ്ടിക്കാണുന്നത്. പയ്യന്നൂർക്കാർ അബുദാബിയിലൊരു നിർണായക ശക്തിയാണ് അല്ലേ. സോഷ്യൽ സെൻറ്ററിൻ്റെ ഭാരവാഹികൾ മിക്കവാറും സന്ദർഭങ്ങളിൽ നേതൃത്വം സോഷ്യൽ സെൻറ്ററിൻ്റെ നടത്തിപ്പ് പയ്യന്നൂർക്കാരുടെ കൈകളിലാണ്. അതും വളരെ പ്രസക്തമാണ്. ഇപ്പോൾ ഇവിടെ ഉദ്ഘാടകൻ അവിടുത്തെ ലൈബ്രറിയെക്കുറിച്ച് സൂചിപ്പിച്ചില്ലേ. ഇപ്പോൾ ആ ലൈബ്രറിയുടെ ചുമതലക്കാരൻ നമ്മുടെ ജ്യോതിലാലാണ്. ബാലമാഷ്ടെ മകനായിട്ടുള്ള ജ്യോതിലാലൊക്കെ പ്രധാനപ്പെട്ട ഭാരവാഹിയാണ്. അതുപോലെ കുഞ്ഞിമംഗലത്തെ പ്രിയപ്പെട്ട KTP രമേശനൊക്കെയാണ് ഇപ്പോൾ ഇവരുടെയൊക്കെ പിൻഗാമികളായി പുതിയ തലമുറയിൽ അവിടെ ഈ സെൻറ്ററിൻ്റെ നടത്തിപ്പിൻ്റെ മുഖ്യ ചുമതലയുള്ളത് പയ്യന്നൂർക്കാരാണ് എന്ന് നമ്മളെല്ലാവരും അഭിമാനത്തോടെ കാണേണ്ട കാര്യമാണ്. അബുദാബിയിലെ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ മുഖ്യ ചുമതലക്കാരനും പയ്യന്നൂർക്കാരനാണ് അല്ലേ ഉസ്മാൻ. ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററും വളരെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. നമ്മുടെ രാവന്തളിയിലെ ഉസ്മാൻ കരപ്പാത്താണ് ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ മുഖ്യ സംഘാടകൻ. അപ്പോൾ ഇവരൊക്കെ അവിടെ നമുക്കൊക്കെ നമ്മുടെ നാടിന് അഭിമാനകരമായ രീതിയിലുള്ള ഒരു വരുമാന മാർഗത്തിന് വേണ്ടിയുള്ള ജോലി തേടിപ്പോയി നമ്മുടെ നാടിൻ്റെ സംസ്കാരവും മഹത്വവും അന്യദേശത്തുള്ള ആളുകളെ പഠിപ്പിക്കാനും ബോധിപ്പിക്കാനും സാധിക്കുന്ന രീതിയിലേക്കുള്ളൊരു വളർച്ച, അതാണ് VTVയുടെ ഒക്കെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും സുപ്രധാനമായി കാണേണ്ടത് എന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. MRCH പോലുള്ളൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നതും ഞാനീ പറഞ്ഞതുപോലെ ഏതാണ്ട് ഒരു അസാധ്യമായ കാര്യമാണ്. അത് നമുക്കിപ്പോഴും അതിൻ്റെ ഒന്നൊരു മഹത്വം നമ്മളിൽ എത്ര പേർക്ക് ബോധ്യപ്പെട്ടു എന്നതൊക്കെ നമ്മളെല്ലാവരും പിന്നീട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഒരു അസാധ്യമായ കാര്യമാണ്. ഓരോ ദിവസവും, ഒരു ദിവസം മാത്രം പോരല്ലോ, 365 ദിവസവും നടത്തണം. 365 ദിവസവും മുടങ്ങാതെ അങ്ങനെ ഒരു സ്ഥാപനം നടത്തണമല്ലോ, വീണ്ടും നടത്തണം. അപ്പോൾ ഓരോ ദിവസവും വന്നു ചേരുന്ന വിഷയങ്ങളും ബാധ്യതകളും ഒക്കെ ഡോക്ടർ VC രവീന്ദ്രനും VTVയും സഹപ്രവർത്തകരൊക്കെ ചേർന്ന് നടത്തിക്കൊണ്ട് പോകുന്നത് ഒരു വിസ്മയകരമായ കാര്യമാണ്. അപ്പം അങ്ങനെ ആ രീതികൾ എല്ലാ രീതിയിലും സമൂഹം ആദരിക്കപ്പെടേണ്ട ഒരാളാണ് VTV ദാമോദരൻ എന്ന് സ്ഥാപിക്കാനാണ് ഞാൻ ഈ കാര്യം അല്പം സമയമെടുത്ത് വിശദമായി പറഞ്ഞത്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നഗരസഭയുടെ ചെയർമാൻ എന്ന നിലയിൽ വളരെ വളരെ സന്തോഷത്തോടെ, വളരെ അഭിമാനത്തോടെ ഈ പൗരാവലിയുടെ നാടിൻ്റെ ആദരവ് അദ്ദേഹത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുകയാണ്. പതിവില്ലാത്ത വിധം നാം ഒരു വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് ഇതെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. രാജ്യങ്ങൾ തമ്മിലും ജനങ്ങൾ തമ്മിലും ചേരുന്ന, ഐക്യപ്പെടുന്ന മാനസികമായ ഒരു
ലോക സൗഹാർദ്ദ വ്യവസ്ഥയ്ക്ക് അടിത്തറവാകുന്ന ഒരു വ്യക്തിയെ നാം ആദരിക്കുന്നു എന്നത് വളരെ അഭിമാനപൂർവമായൊരു കാര്യമാണ്. ആർക്ക് എവിടെ നിന്ന് എപ്പോഴേ ഈ ആശയമുണ്ടാകും എന്നും നമുക്ക് പറയാൻ കഴിയില്ല. ശ്രീ പ്രശസ്ത കവി ശ്രീ ഗോപി, അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ വളരെ ആസ്വദിച്ചു. ഞാൻ വരാൻ കുറച്ച് വൈകി. ഒരു കവിതാലാപനം തന്നെയായിരുന്നു ആ പ്രസംഗം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഗാന്ധിയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുമ്പോൾ വസ്തുതയിൽ ഹൃദയത്തെ അങ്ങേയറ്റം സ്പർശിക്കുന്നതായി തോന്നി. മനുഷ്യഹൃദയങ്ങളെ കൂട്ടി ഇണക്കാനുള്ള ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ നാന്ദി കുറിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന് ഒരു നിമിത്തമായി നമ്മുടെ സുഹൃത്ത് VTV ദാമോദരൻ ഒരു വെറും നിമിത്തമായി മാറിയിരിക്കുകയാണ്. അത് നിയതിയുടെ ഒരു നിയോഗം എന്നേ ഞാൻ പറയുന്നുള്ളൂ. കൂടുതലൊന്നും ഈ അവസരത്തിൽ പറയുന്നത് ഉചിതമായിരിക്കില്ലെന്ന് കരുതുന്നു. എൻ്റെ ഹൃദയംഗമായ അഭിനന്ദനം ഞാൻ അദ്ദേഹത്തെ അറിയിക്കുന്നു. ജയ് ഹിന്ദ്. അല്പം മുമ്പാണ് ബാങ്ക് കൊടുത്തത്. റംസാൻ മാസത്തിൻ്റെ 6ാമത്തെ ദിവസമാണിന്ന്. റംസാനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, റംസാൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ കാരുണ്യത്തിൻ്റേതാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ നമ്മുടെ മതേതര സംസ്കാരത്തിൻ്റെ സൗഹൃദ വീതിയിൽ നിന്ന് ഞാൻ കാണുന്നത് കാരുണ്യത്തിൻ്റെ മഹത്തായ ഒരു പരിപാടി എങ്ങനെയോ ഇന്ന് വന്നു ചേർന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായും വളരെ അഭിമാനകരമായി ഞാൻ കാണുന്നു. ആ കാരുണ്യം ഇന്ന് മുസ്ലിം സമൂഹം സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യം. എങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഖുർആൻ പഠിപ്പിക്കുന്ന ആ കാരുണ്യം ഈ റംസാൻ ദിവസങ്ങളിലാണ് എന്നത് വളരെ, ഈ 10 റംസാൻ ദിവസങ്ങളിൽ അത് ചെയ്തേ പറ്റൂ. അങ്ങനെ നടക്കുന്നവരെയാണ് ഓർമ്മിക്കേണ്ടത്. അവർ ദൈവത്തിൻ്റെ സന്നിധിയിലാണെന്ന് അവിടെ പറയുകയുണ്ടായി. തീർച്ചയായും ഇവിടെ ഞാൻ ഡോക്ടർ MRCH നമ്മുടെ ഡോക്ടർ രവീന്ദ്രനെയും അതേപോലെ ഈ VTV ദാമോദരനെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും ഗംഭീരമായ മക്കളായി കാണുകയും ഈ തീർച്ചയായും ഈ കാരുണ്യത്തിൻ്റെ വസന്തത്തെ ഓർമ്മിക്കുകയും ചെയ്യും. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. എനിക്ക് ദാമോദരനും അതുപോലെ തന്നെ ഡോക്ടറും ഒക്കെ ആയിട്ടുള്ള പരിചയം വളരെ അഗാധമാണ്. പയ്യന്നൂരിൻ്റെ സംസ്കാരം, പയ്യന്നൂരിൻ്റെ ജീവിതം, പയ്യന്നൂരിൻ്റെ കല, പയ്യന്നൂരിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും വാസ്തവത്തിൽ VTVയെപ്പോലെ ഒരാളിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിൽ പയ്യന്നൂർ എങ്ങനെയാണെന്ന് നാം ആലോചിക്കണം. അതിൻ്റെ തിരിച്ചു വരവാണ് ഞാൻ ഇന്ന് ഈ ദിവസം ഇവിടെ കണ്ടത്. അന്ന് സ്വാതന്ത്ര്യ സമരത്തിന് പ്രോജ്വലമായി പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരുപക്ഷെ ഈ ദീപശിഖ സ്വീകരിച്ചുകൊണ്ട് VTVയെപ്പോലെ ഒരാൾ അവിടെ ഈ അബുദാബിയിൽ ഈ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചു എന്നത് നമുക്ക് ഇന്ത്യക്കാർക്ക് വാസ്തവത്തിൽ ഈ വലിയ മനുഷ്യൻ്റെ ഹൃദയസന്നദ്ധതയെ നമുക്ക് വ്യക്തമാക്കി തരുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ദേശീയ പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നാം അറിയേണ്ടത് ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം യഥാർത്ഥത്തിൽ വെറും ഒരുപക്ഷെ ഈ രാഷ്ട്രീയ നേട്ടങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയോ മാത്രം പ്രവർത്തിച്ചതല്ല. അവിടെ ദീനദയാലുത്വത്തിൻ്റെ ഉജ്ജ്വല മാതൃകകളുണ്ടായിരുന്നു.
KMK പോലൊരു സ്വാതന്ത്ര്യ സമര സേനാനി ഇവിടെ മാരകമായ രോഗങ്ങൾ വന്നപ്പോൾ മരിച്ചു വീഴുന്ന ആളുകളെ കയ്യിലെടുത്തുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. അവിടെ നിന്ന് ഇവരെ കുഴിച്ചു മൂടുകയും അല്ലെങ്കിൽ അവരുടെ ശവസംസ്കാരം നടക്കുകയും ചെയ്ത ശേഷം ഒടുവിൽ അതേ രോഗം പിടിപെട്ട് മരിക്കുന്ന ഹൃദയഹാരിയായ ചിത്രത്തിൻ്റെ ഓർമ്മ എന്നെ വല്ലാതെ സ്വാധീനിക്കുന്നു. അവിടെയാണ് വാസ്തവത്തിൽ ഈ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം, പട്ടിണി സമരം നടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ പാവപ്പെട്ടവർ പട്ടിണി കിടക്കുമ്പോൾ അവർക്ക് വേണ്ടി സഹായം എത്തിക്കുന്ന മറ്റൊരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ജ്വാലാമുഖവും ഞാൻ കാണുന്നു. അതോടൊപ്പം തന്നെ ഞാൻ അന്നത്തെ ജീവിത ചരിത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഓർമ്മിക്കുന്ന ഒരു കാര്യം നമ്മുടെ കാർഷിക സമരങ്ങളെയും മറ്റും ബാധിക്കുന്നതാണ്. അങ്ങനെ പയ്യന്നൂർ സ്വീകരിച്ചിരിക്കുന്ന മഹത്തായ വീതി ഇവിടെ ഞാൻ മലബാർ നമ്മുടെ ഹോട്ടലില്ലേ, നമ്മുടെ മലബാർ ഹോട്ടൽ, അതെ, അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ നടത്തിപ്പുകാരായ ആളുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവും അല്ലെങ്കിൽ അവരുടെ തലമുറയിൽ നടത്തിയിരുന്ന സ്വാതന്ത്ര്യ സമര സന്ദർഭങ്ങളിലെ ഈ അധ്യായങ്ങൾ ഞാൻ ഓർമ്മിക്കുന്നു. പക്ഷെ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യം കൂടി നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ പ്രഭാഷണം അവസാനിപ്പിക്കാം. VTV ദാമോദരൻ ഈ അബുദാബിയിലുള്ള സമയത്ത് ഒരു 3-4 തവണ ഞാൻ അങ്ങോട്ട് പോയിരുന്നു. ഈ പോയ സന്ദർഭങ്ങളിലൊക്കെ ഞാൻ ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാനായി. VTV ദാമോദരനെ ഫോക്ലോർ അക്കാദമി അവാർഡ് കൊടുത്ത് അനുമോദിച്ചിരുന്നു എന്ന സത്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവിടെ ഗൾഫിൽ ഈ നമ്മുടെ നാടൻ കലകളെ, നമ്മുടെ മണ്ണിൻ്റെ കലകളെ, പച്ച മനുഷ്യൻ്റെ കലകളെ, നമ്മുടെ ഹൃദയവീതിയിൽ വരുന്ന ഗാനലോലുപതയുടെ കവിതകളെ, നമ്മുടെ സ്നേഹസമ്പന്നതയുടെ കവിതകളെ, പാട്ടുകളെ, കലകളെ അവിടെ അവതരിപ്പിക്കാൻ അനവധി അവസരങ്ങൾ കിട്ടി. ഈ അബുദാബി സോഷ്യൽ സെൻ്ററിൽ ഒരവസരത്തിൽ നടത്തിയ പരിപാടിയിൽ 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്തപ്പോൾ കേരളത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ കേരളീയ വിചാരങ്ങളുടെ വികാരഭാവങ്ങളും അതിനപ്പുറത്ത് കേരളത്തിൻ്റെ നാടൻ സമൃദ്ധിയുടെ ഉത്സവവും കാണാൻ കഴിഞ്ഞു എന്നത് ഞാൻ വലിയ ഒരു സൗഭാഗ്യമായി കാണുന്നു. ആ നാടൻ സംസ്കൃതിയെ താലോലിക്കുന്ന, അതോടൊപ്പം തന്നെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന, ഇന്ത്യൻ ദേശീയ ജീവിതത്തിൻ്റെ മതേതര സംസ്കാരത്തിൻ്റെ ഹൃദയവശമായി തീർന്നിരിക്കുന്ന VTV ദാമോദരന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. VTV ദാമോദരനെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ സംബന്ധിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന പല കാര്യങ്ങളുമുണ്ട്. ആദ്യമായി വളരെ ചെറുപ്പകാലത്ത് തന്നെ ഞാനും VTV ദാമോദരൻ തമ്മിൽ നല്ല ബന്ധമായിരുന്നു. ഇദ്ദേഹം മംഗലാപുരത്ത് ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ സ്റ്റെനോയായി ജോലി ചെയ്തിരുന്നു. അതിനുശേഷം കേട്രാണിൽ ജോലി ചെയ്തിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ബഹായി എന്ന ഒരു സംഘടനയുമായും ഇദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ദുബായിലേക്ക് പോകുന്നത്. ദുബായിലേക്ക് പോയതിന് ശേഷമാണ് VTV ദാമോദരനായി മാറുന്നത്. കാരണം ആദ്യം ഇവിടുത്തെ നാടൻ കല, നമ്മുടെ നാടൻ കല ദുബായിൽ പ്രദർശിക്കപ്പെടുന്നു. അതേപോലെ തന്നെ ദുബായിയെക്കുറിച്ച് നമ്മുടെ കലാകാരന്മാർക്കൊരു ബോധമുണ്ടാക്കി കൊടുക്കുന്നു. അതിനുള്ള ഒരു വേദി ഒരുക്കി കൊടുക്കുന്നത് ആദ്യം VTV ദാമോദരനാണ്. സ്വന്തം കീശയിൽ നിന്നും കാശെടുത്ത് ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് സായുജ്യം കൊള്ളുകയായിരുന്നു ദാമോദരൻ. അതിനുശേഷം MRCHൻ്റെ രംഗത്തേക്ക് വരുന്നു. MRCH VC രവീന്ദ്രൻ ഡോക്ടറും ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാതെ പ്രൊഫസർ PV പത്മനാഭൻ, ഡോക്ടർ രാംദാസ് ഇവരൊക്കെ ഗൾഫിൽ പോയപ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും MRCHൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമവും ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് VTV ദാമോദരൻ. അതിനുശേഷമാണ് അദ്ദേഹം ഈ ഗാന്ധി പ്രതിമയിലേക്ക് കടക്കുന്നത്. ഇവിടെ പലരും പറഞ്ഞതുപോലെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം ചെയ്യുന്നത്.
സ്വന്തം കയ്യിൽ നിന്ന് തന്നെയാണ് മുഴുവൻ കാശും ചെലവഴിക്കുന്നതെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ അതിഥിയായി അബുദാബിയിൽ പോയിരുന്നു. അതിഥികളെ സൽക്കരിക്കുന്നതിൽ VTV ദാമോദരനേക്കാളും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിയാണ് ഒന്നുകൂടി മുന്നിലെന്ന് എനിക്ക് പല പ്രാവശ്യവും തോന്നിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിജയം ഒരളവോളം ഇദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആണെന്ന് എനിക്കറിയുകയും ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള VTV ദാമോദരനെ കുറിച്ച് ധാരാളം എനിക്ക് സംസാരിക്കാനുണ്ട്. എൻ്റെ ഊഴമല്ല ഇപ്പോഴ് എന്നെക്കാട്ടിയും സീനിയറായ പലരും ഇരിക്കുന്നുണ്ട്. ഞാൻ രവീന്ദ്രൻ്റെ കൂടി ചോദിച്ച് എനിക്ക് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു 2 വാക്ക് സംസാരിച്ചിട്ട് പോയാൽ മതിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് വന്ന് കയറി സംസാരിക്കുന്നത്. VTV ദാമോദരന് ഇനിയും ജീവിതത്തിൽ ധാരാളം നന്മകൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദാമോദരനെ അനുമോദിക്കാൻ അഭിനന്ദിക്കാനൊക്കെയാണ് നമ്മൾ ഒത്തുചേർന്നിട്ടുള്ളത്. എന്തിനാണ് അദ്ദേഹത്തെ അനുമോദിക്കുന്നത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം, അഭിനന്ദിക്കുന്നതും എന്തിനാണെന്ന് ചോദിക്കാം. എന്നാൽ നമുക്കറിയാം അദ്ദേഹം പ്രവർത്തിക്കുന്ന മേഖലകളിൽ അനുഷ്ഠിക്കുന്ന സാമൂഹ്യ സേവനത്തിൻ്റെ വൈപുല്യമാണ്. ഇത് വളരെ അപൂർവമായിട്ട് കിട്ടുന്നതാണ്. ഒരാളൊരു സ്ഥലത്ത് എത്തിയാൽ ആ സ്ഥലത്ത് ജോലി ചെയ്യും, ആ ജോലിയിൽ നിന്ന് അയാൾക്കുള്ള ആവശ്യപ്പെടുന്ന വരുമാനമൊക്കെ കിട്ടും, അതുകൊണ്ട് അയാൾ സുഖമായി കഴിയും. പക്ഷേ അതല്ല, എത്തിയ സ്ഥലത്തെ ഒരു സാമൂഹ്യ ജീവിതമുണ്ട്, ചുറ്റുപാടും ആളുകളുണ്ട്, നാട്ടിൽ നിന്ന് വന്ന ആളുകളുണ്ട്, അവിടെ ഉള്ള ആളുകളുണ്ട്. ഇവരൊക്കെ ആയിട്ടൊരു ബന്ധം സ്ഥാപിക്കുകയും ഇവരൊക്കെ ചേർന്ന് ആ ജീവിതം തന്നെ മെച്ചപ്പെട്ടതാക്കി തീർക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി നേതൃത്വം നൽകുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അങ്ങനെ നേതൃത്വം നൽകിയിട്ടുള്ളൊരു വ്യക്തിയാണ് VTV ദാമോദരൻ. ആ നേതൃത്വത്തെയാണ് എല്ലാവരും മാനിച്ചതും അദ്ദേഹത്തെ ഈ രീതിയിൽ അനുമോദിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ സാമൂഹ്യ സേവന രംഗത്ത് തൻ്റേതായ ഒരു ഉത്തരവാദിത്വമുണ്ട് എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി അത് നിറവേറ്റാൻ വേണ്ടി ഏത് സേവനവും സാധിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ VTV വേർതിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. VTVയെ നമുക്ക് അങ്ങനെ വേർതിരിച്ച് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇങ്ങനെ അനുമോദിക്കുന്നതും അഭിനന്ദിക്കുന്നതും ഇടയ്ക്കിടെ ഒത്തുചേർന്ന് പ്രശംസിക്കുന്നതുമൊക്കെ. ഇത് അദ്ദേഹത്തെ പ്രശംസിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, തീർച്ചയായിട്ടും പ്രവർത്തന മേഖലകളിൽ തൻ്റെ ജോലികൾ നിർവഹിക്കുന്നതോടൊപ്പം തൻ്റെ ചുറ്റുപാടും ഒരു ലോകമുണ്ടെന്നും ഒരു സമൂഹമുണ്ടെന്നും ആ സമൂഹത്തെ ആ ലോകത്തെ താൻ കാണണമെന്നും അതിൻ്റെ നന്മയുണ്ടെങ്കിൽ മാത്രമേ തനിക്കും നന്മയുണ്ടാവൂ എന്ന ബോധ്യത്തോടുകൂടി അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. VTV നിർവഹിക്കുന്ന ആ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ആദരിക്കപ്പെടുന്നു, അനുമോദിക്കപ്പെടുന്നു. അദ്ദേഹത്തിന് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കും. നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന പയ്യന്നൂരിൻ്റെ പ്രശസ്തി കൂടുതൽ ഉയരത്തിലാക്കുവാൻ ശ്രീ VTV ചെയ്ത കർമ്മങ്ങൾ ആ ഫലങ്ങളിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്നു. തികച്ചും അസാധ്യമാണെന്ന് നമ്മൊക്കെ തീരുമാനിച്ചിരുന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു ഗാന്ധി പ്രതിമ ആദ്യമായി UAE അബുദാബിയിൽ സ്ഥാപിക്കുക എന്നുള്ളത് തീർച്ചയായും അസാധ്യമായ കാര്യങ്ങളാണെന്ന് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് അറിഞ്ഞ കാര്യങ്ങളാണ്. അത് സാധിപ്പിച്ചെടുത്ത VTV തീർച്ചയായും നമ്മുടെ നാട്ടിൻ്റെ അഭിമാനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ VTVയെ എൻ്റെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് തന്നെ നല്ല ഒരു പ്രാസംഗികനാണ് VTV ദാമോദരൻ്റെ പ്രസംഗങ്ങൾ ഒരുപക്ഷെ സ്കൂൾ തലത്തിലും പിന്നെ ഹൈസ്കൂൾ തലത്തിലൊക്കെ ഏറ്റവും ഉയർന്ന നല്ല സമ്മാനം നേടിയ VTVയെ ആ പ്രസംഗങ്ങൾ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കർമ്മകുശലത, VTVയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ എൻ്റെയൊക്കെ കാരണവരായ ശ്രീ KU രാമപുതുവാൾ, അദ്ദേഹത്തെ സ്മരിക്കാതിരിക്കാൻ നിവർത്തിയില്ല. ഒരുപക്ഷെ എല്ലാവരോടും നല്ല സൗഹൃദം കാണിച്ചുകൊണ്ട് എല്ലാവരോടും നല്ല സ്നേഹത്തോടെ പെരുമാറുന്ന രാമേട്ടൻ്റെ പുത്രൻ അതേ സ്വഭാവത്തിലൂടെ ആ സൗഹൃദം എല്ലാവരെയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് VTV ഇന്ന് മുന്നേറുകയാണ്. തീർച്ചയായും ദാമോദരൻ്റെ ഈ കഴിവുകൾ ഇനിയും കൂടുതൽ ഉയരത്തിലേക്ക് എത്തുവാൻ നമുക്ക് കഴിയട്ടെ. അതിനുവേണ്ടി നമുക്കെല്ലാം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംസാരിക്കുന്നതിനായി പ്രൊഫസർ K രാജഗോപാലിനെ ആദരവോടെ ക്ഷണിക്കുന്നു. കേരളത്തിനകത്തും പുറത്തും അതുപോലെ വിദേശ രാജ്യങ്ങളിലുമെല്ലാം ശ്രീ VTV ദാമോദരനെ
ആദരിക്കുന്ന ആ സമയത്ത് തന്നെയാണ് പയ്യന്നൂരിലെ സുഹൃത്ത് സംഘം അദ്ദേഹത്തിന് ആദരവ് നൽകുന്നത്. ഒരു പ്രത്യേക വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ VTV. VTV പയ്യന്നൂരിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ ആൾക്കാരെ മൊബൈലിലൂടെ ബന്ധപ്പെടും. അപ്പോൾ തന്നെ നമുക്കറിയാം എന്തോ ഒരു പരിപാടി ഉണ്ടെന്നറിയാം. അത് MRCH ആവാം, അല്ലെങ്കിൽ മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാവാം. അദ്ദേഹം ഞങ്ങളെയൊക്കെ വിളിച്ചു ചേർത്ത് കഴിഞ്ഞാൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഏത് ആശയവും ഏത് പരിപാടിയും പരിപൂർണ വിജയത്തിലെത്തിക്കുവാനായിട്ട് ഞങ്ങളെപ്പോഴും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. തീർച്ചയായും നമ്മുടെ പയ്യന്നൂർ പൗരാവലി അദ്ദേഹത്തിന് നൽകിയ ഈ ആദരവ് അതൊക്കെ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റാവുന്നതാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ ഈ സന്ദർഭത്തിൽ നേർന്നുകൊള്ളുന്നു. ആശംസകൾക്കായി അബുദാബി മാതൃഭൂമിയിലെ ശ്രീ TP ഗംഗാധരനെ ആദരവോടെ ക്ഷണിക്കുന്നു. ഇന്ന് ഇവിടെ കൂടിയ ആൾക്കാരെ കൂട്ടത്തിൽ വെച്ച് VTV ദാമോദരനെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ വൈകിയ വേളയിൽ ഞാൻ അതിന് മുതിരുന്നില്ല. കാരണം പയ്യന്നൂരിൻ്റെ ഏറ്റവും പ്രൗഢമായ ഈ സദസ്സ് VTV ദാമോദരനെ ആദരിക്കാനെടുത്ത തീരുമാനം ഒരു ചരിത്ര നിയോഗമായി ഞാൻ കരുതുകയാണ്. കഴിഞ്ഞ 25 വർഷമായി VTV ദാമോദരനെ അടുത്തറിയുന്ന ഒരാളാണ് ഞാൻ. അത് പയ്യന്നൂർ സൗഹൃദവേദി ആയാലും ഗാന്ധി സാഹിത്യവേദി ആയാലും MRCH ആയാലും അത് ഏത് പ്രവർത്തനങ്ങളായിക്കോട്ടെ അത് ഏറ്റവും ആദ്യം അറിയുകയും അതിൻ്റെ ഒരു ഭാഗഭാക്കാവുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഒരു തമാശയായിട്ട് നിങ്ങൾക്ക് തോന്നാവുന്നൊരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഗാന്ധി പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള ഇന്ത്യ സോഷ്യൽ സെൻ്ററിനെ കുറിച്ച് നിങ്ങളോട് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഈ ഗാന്ധി പ്രതിമയുടെ പിൻഭാഗത്തായിട്ടാണ് ഈ ഇന്ത്യ സോഷ്യൽ സെൻ്ററിൻ്റെ മദ്യശാല പ്രവർത്തിക്കുന്നത്. ആ കെട്ടിടത്തിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ്, അതവിടെ നിന്ന് മാറ്റാൻ സാധ്യമല്ല. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ഗാന്ധി പ്രതിമ വന്നതിന് ശേഷം ഈ മദ്യശാലയിലെ സന്ദർശകർ വളരെ വളരെ ശുഷ്കമാണ്. ഞാൻ അവിടെ സ്ഥിരം പോകുന്ന ഒരാളായതുകൊണ്ടല്ല പറയുന്നു, വല്ലപ്പോഴും സുഹൃത്തുക്കളുടെ കൂടെ അവിടെ പോകാറുണ്ട്. കൂടിപ്പോയാൽ കുറച്ച് മുന്തിരിച്ചാറ് വൈന് കഴിക്കും. പക്ഷേ ഗാന്ധി പ്രതിമ അവിടെ വന്നതിന് ശേഷം ഈ മുന്തിരിച്ചാറ് കഴിക്കാൻ പോലും ഞാൻ അവിടെ പോകാറില്ല എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ VTVക്ക് മഹാത്മാഗാന്ധിയോട് ഈ സമൂഹത്തോട് ചെയ്യാവുന്ന ഏറ്റവും ഒരു വലിയൊരു പുണ്യമാണ് അതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് എനിക്ക് പറയാനുണ്ട്. ഈ വൈകിയ വേളയിൽ എൻ്റെ പ്രസംഗത്തിന് പ്രസക്തിയില്ല. വലിയ കലാപരിപാടികൾ നടക്കുന്നു. 25 വർഷം കൊണ്ട് പല കാര്യങ്ങളും ഞങ്ങൾക്ക് അബുദാബിയിൽ ഞങ്ങൾക്കൊന്നിച്ച് പറയാനുണ്ട്, ഓർമ്മിക്കാനുണ്ട്. അത് പിന്നീട് ഒരവസരത്തിലാവാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മറുമൊഴിക്കായി ശ്രീ VTV ദാമോദരനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള അഭിവന്ദ്യരെ, വൈകിയത് കൊണ്ട് ഞാൻ വിശദമായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല. ഞാൻ ഇവിടെ കൂടിയ എല്ലാവരെയും പേരെടുത്തറിയാവുന്ന ഒരാളാണ്. പക്ഷേ നിങ്ങളെക്കാളും എല്ലാവരെക്കാളും ഏറ്റവും ചെറിയ ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. MRCHനെ കുറിച്ചും ഒക്കെ തന്നെ പറഞ്ഞു. MRCHന് ഉത്രാടം ചന്ദ്രേട്ടൻ ചെയ്ത ഇന്ന് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സേവനങ്ങൾ ഒരു ഭാഗത്ത്, ഡോക്ടർ രവീന്ദ്രൻ, കൃഷ്ണൻ മാസ്റ്റർ, സന്തോഷ് മാസ്റ്റർ തുടങ്ങിയ എത്രയോ പ്രഗത്ഭന്മാരുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഞാനൊരു കേവലം പുഴു മാത്രമാണ്. ഗാന്ധി തീർച്ചയായിട്ടും അതൊരു വലിയ സംഭവമായിരുന്നു. ഒരു ഒറ്റയാൾ പട്ടാളമായിരുന്നു. ഗാന്ധി പ്രതിമയ്ക്ക് തീരെ സ്ഥാനമില്ലാത്ത ഒരു രാജ്യത്ത് അനുവാദം വാങ്ങിച്ചിട്ട് എനിക്ക് ആകെ സഹായമുണ്ടായത് ഈ നേരത്തെ പോയ മനുഷ്യൻ മാത്രമായിരുന്നു. എല്ലാ അനുവാദം കിട്ടിയിട്ട് പോലും കോഴിക്കോട് എയർപോർട്ടിൽ 2 ദിവസവും അബുദാബി എയർപോർട്ടിൽ 8 ദിവസവും കഴിച്ചു കൂട്ടിയിട്ട് മുഴുവൻ ആൾക്കാരും അമ്പരക്കായിരുന്നു, ഇയാളുടെ ഗാന്ധി പ്രതിമ ഇവിടെ പോയി. അതൊക്കെ ഒരു ദൈവാധീനം. അതിലുപരി ഗാന്ധി പ്രതിമ ഇതേ ഗാന്ധി മൈതാനിയിൽ നിന്നാണ് കൊണ്ടുപോയത്. പയ്യന്നൂർക്കാരുടെ, എൻ്റെ നാട്ടുകാരുടെ അനുഗ്രഹം, അവരുടെ പ്രചോദനം ഒന്നുകൊണ്ട് മാത്രമാണ്. അല്ലാതെ എൻ്റെ ഒരു കഴിവും അതിലില്ല, എൻ്റെ ഒരു ശ്രമം മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, എന്നെ ആദരിക്കാനായി ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഡോക്ടർ രവീന്ദ്രൻ്റെ
നമ്മുടെ പ്രൊഫസർ രാജഗോപാൽ മാസ്റ്ററുടെ, ഡോക്ടർ ശ്രീധരൻ്റെ, അങ്ങനെ ഞാൻ പേരെടുത്ത് പറയുകയാണെങ്കിൽ എന്നെ ഏറെ പ്രിയപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട എത്രയോ മഹാന്മാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെയേറെ കഷ്ടപ്പെടുകയായിരുന്നു. ആദ്യമായിട്ട് ഞാൻ അവരോടുള്ള കൃതജ്ഞത, നന്ദി അറിയിച്ചു കൊള്ളട്ടെ. എല്ലാത്തിലും ഉപരി ഇവിടെ കൂടിച്ചേർന്ന എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളെല്ലാവരും ഇത്രയും സമയം ഇവിടെ ഇരിക്കുന്നത് എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ മുനിസിപ്പൽ ചെയർമാനും ഇവിടുന്ന് യാത്ര അയച്ച അദ്ദേഹത്തിന് അവിടെ ഗാന്ധി പ്രതിമ കാണാൻ പറ്റിയിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാർ ഇന്നിപ്പോൾ ഗാന്ധി പ്രതിമ കണ്ടിട്ടുണ്ട്. അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ഹിസ് ഹൈനസ് ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് വലത് കൈകൊണ്ട് വിളക്ക് കത്തിച്ച് പുഷ്പാർച്ചന നടത്തിയിട്ടായിരുന്നു ഒക്ടോബർ 2-ാം തീയതിയുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. നേരത്തെ പറഞ്ഞ പോലെ ചർക്ക നമുക്കൊന്നുമല്ലായിരിക്കാം, ഗാന്ധി പ്രതിമയേക്കാളും 10 മടങ്ങ് പ്രശസ്തിയായിരുന്നു നമ്മുടെ ചർക്കയ്ക്ക് കിട്ടിയത്. ചർക്ക കൊണ്ടുപോയിട്ട് അവിടെ സ്ഥാപിച്ചത് ജനുവരി 26-ാം തീയതി 2019 അതിന് ഒരാഴ്ച മുമ്പേ UAE ഗവൺമെൻറ് പ്രഖ്യാപിച്ച സഹിഷ്ണുതാ വാരാഘോഷത്തോടനുബന്ധിച്ച് 40ഓളം രാജ്യങ്ങളുടെ പവലിയനിൽ അവിടുത്തെ വിദേശകാര്യമന്ത്രി ഹിസ് ഹൈനസ് ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ എന്ന മനുഷ്യൻ മുഴുവൻ ആൾക്കാരോടും ഹായ് പറഞ്ഞു പോയി. പക്ഷേ ഇന്ത്യക്കാരുടെ പവലിയനിൽ മാത്രം അദ്ദേഹം സന്ദർശിച്ചു. വളരെ ദൂരെ നിന്ന് തന്നെ അവർ ഗാന്ധി എന്ന് പറഞ്ഞത് ഇന്ന് അറബി ലോകത്ത് മാത്രമല്ല ലോകത്ത് മുഴുവൻ പ്രശസ്തമായിരുന്നു. അപ്പോൾ അതേക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, അപ്പോൾ സർവ്വചരാചരങ്ങളിലൂടെയും നാഥനായ ദൈവം നിങ്ങളോടും കരുണ കാണിക്കും എന്ന് മാത്രമാണ് എൻ്റെ അടിസ്ഥാന വിശ്വാസം. പ്രിയമുള്ളവരെ, നിറഞ്ഞ സന്തോഷത്തോടെ, അഭിമാനത്തോടെ, അതിലേറെ വിനയത്തോടെ നിങ്ങൾ നൽകിയ ഈ സ്നേഹാദരവ് ഇതുതന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം. പ്രയാസമേറിയ പ്രവാസ ജീവിതത്തിനിടയിൽ സാമൂഹ്യ സാംസ്കാരിക കലാരംഗങ്ങളിൽ എൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാനിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എനിക്ക് പല അംഗീകാരങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെയും എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഞാൻ ഏറ്റവും വിലമതിക്കുന്ന സമ്മാനമാണ് നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ ഇന്ന് ഇവിടെ നടത്തിയ സ്നേഹാദരം എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അഭിവന്ദ്യരെ, പവിത്ര മോതിരത്തിൻ്റെ പരിശുദ്ധിയും ലക്ഷ്മി വിളക്കിൻ്റെ ഐശ്വര്യവും ഖാദിയുടെ നൈർമല്യവും തെയ്യത്തിൻ്റെയും പൂരക്കളിയുടെയും കോൽക്കളിയുടെയും സാംസ്കാരിക സമ്പന്നതയും സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളുറങ്ങുന്ന ആവേശത്തോടൊപ്പം നിറയുന്ന ചന്ദനക്കുറിയും നിസ്കാരത്തഴമ്പും ബന്ദിക്കയും കൈകോർക്കുന്ന നമ്മുടെ പയ്യന്നൂർ, എൻ്റെ പയ്യന്നൂരിൻ്റെ പേരും പ്രശസ്തിയും എൻ്റെ ആയുസ്സുള്ളോടത്തോളം കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ തന്ന ഈ സ്നേഹം, നിങ്ങൾ തന്ന ഈ പ്രചോദനം തീർച്ചയായിട്ടും എനിക്കൊരു വഴികാട്ടിയാണ്, അതൊരു ഊർജ്ജമാണ് എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. സ്നേഹമീ മണ്ണിലൻ ദൈവം, സേവനം നിത്യപൂജയും എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾക്കെല്ലാവർക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉള്ള എൻ്റെ സഹോദരന്മാർ, അറിയുന്നവരും അറിയാത്തവരും എനിക്ക് ആശംസകൾ അർപ്പിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും, എല്ലാ പ്രവാസികൾക്കും, ഇവിടെ വന്നവർക്കും, വന്ന സുമനസ്സുകൾക്കും, വരാതെ ആശംസ അർപ്പിച്ചവർക്കും എല്ലാവർക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ഈ ഒരു അംഗീകാരം എൻ്റെ ജീവിതത്തിലെ മഹത്തരമായ ഒരു കാര്യമാണ്. ഇത് എന്നെ പൂർവാധികം ശക്തിയോടുകൂടി എന്ത് പ്രവർത്തനങ്ങളെയും എന്ത് പ്രശ്നത്തെയും പരിഹരിക്കുവാൻ, തരണം ചെയ്യുവാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നന്ദി, നന്ദി. ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രശസ്ത കവി ശ്രീ PK ഗോപിക്ക് ഈ സുഹൃത്സംഘത്തിൻ്റെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇവിടെ മുഖ്യാതിഥിയായി പങ്കെടുത്ത ശ്രീ Y സുധീർ കുമാർ ഷെട്ടി, അദ്ദേഹത്തോടുള്ള നന്ദിയും ഈ വേളയിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വേദി പങ്കിട്ട് ഈ വേദി ധന്യമാക്കിയ സർവശ്രീ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, VP അപ്പക്കുട്ടൻ, പ്രൊഫസർ K രാജഗോപാലൻ, പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ്, ശ്രീ P അപ്പക്കുട്ടൻ മാസ്റ്റർ, ശ്രീ KU വിജയകുമാർ, ശ്രീ KP ബാലകൃഷ്ണ പൊതുവാൾ, ശ്രീ KV രാഘവൻ, ശ്രീ TP ഗംഗാധരൻ എന്നിവർക്കും സുഹൃത്സംഘത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സുഹൃത്സംഘത്തിൻ്റെ ആദരം ഏറ്റുവാങ്ങിയ ശ്രീ VTV ദാമോദരനും ഞങ്ങളുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ശബ്ദവും വെളിച്ചവും നൽകി സഹായിച്ച സതീദേവി ലൈറ്റ് ആൻഡ് സൗണ്ടിനും, അതുപോലെ തന്നെ ഇവിടെ ഇനി അരങ്ങേറാൻ പോകുന്ന
ദശാവതാരം നൃത്തശില്പം അവതരിപ്പിക്കുന്ന ഗ്രാമം പ്രതിഭ മഹിളാ സമാജത്തിനും ഞങ്ങളുടെ സംഘത്തിൻ്റെ നന്ദി അറിയിക്കുന്നത്. ഈ സമ്മേളനം വിജയിപ്പിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രണവമുണരും കോടി സൂര്യപ്രകാശം ക്ഷീരാബ്ദിത്തിരയിൽ ഘോരനാമാനന്ദശയനേ ശ്രീധാമത്തമാകും ലോകമാതാ സമേതം ധർമ്മസംസ്ഥാപനാർത്ഥം യോഗനിദ്രയിൽ വാഴും കാരുണ്യമൂർത്തേ ശ്രീ പത്മനാഭ പ്രണതോസ്മ്യഹം പ്രണതോസ്മ്യഹം പ്രണതോസ്മ്യഹം. സരിരി മമ പദ സാനി ധവ മഗരി മപ പദ സരി മാ പമഗരി സരി ദസരി സ ദസരി സ ധസരി സ ധസരി സ ധരി സരി മാ പധ പ മാ പധ പ മാ പധ പ മാ പധ പ മഗരി സരി ധരി സനി ധരി ധരി സനി ദസ പദനി ധ പദ പദ പ മഗരി ഗ മഗരി സ രേ മ പ ധ സ. അനുപമമിതു ധന്യം വൈകുണ്ഠലോകം അനുപമമിതു ധന്യം വൈകുണ്ഠലോകം കണ്ണിണയ്ക്കാനന്ദമല്ലോ അനുപമമിതു ധന്യം വൈകുണ്ഠലോകം പാൽത്തിരമാലകൾ നൃത്തം ചവിട്ടി തുതി ചെയ്തു മറന്നാടും സുരലോകം അനുപമമിതു ധന്യം വൈകുണ്ഠലോകം.